ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. ഇന്നത്തെ ഡെയിലി വ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണെന്നല്ലേ, ഇന്ന് നമ്മൾ നോമ്പുതുറ വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പോൾ അതിന്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ കണ്ടാലോ. ഞാനല്ല കേട്ടോ നോമ്പ് എടുത്തേക്കുന്നത്, ഏറ്റവും ഇളയ അനിയനാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. എനിക്ക് എടുക്കണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ, പക്ഷേ ഫുഡ് കഴിക്കാതെ എനിക്ക് ഗ്യാസ് കയറുന്ന പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ല ഏറ്റവും ഇളവൻ എടുക്കുമെന്ന്. അപ്പോൾ നമുക്ക് അതിന്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. അതെ, ഇവിടെ അമ്മയൊക്കെ നേരത്തെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മ ഈ ചപ്പാത്തിക്ക് മാവ് കുഴക്കാണ്. ഈ കൂടെ കുഞ്ഞുമണി ഉണ്ട് കേട്ടോ. പിന്നെ അനിയത്തി ഇവിടെ ഉള്ളി അരിയുന്നുണ്ട്. അപ്പൊ ആ സമയം തൊട്ട് ഞാൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതങ്ങ് വേവിക്കാൻ വെക്കാന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ ചിക്കൻ കുക്കറിനകത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം തൊട്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി അരിവാണ് ഇവിടെ. പിന്നെ അനിയത്തിയുടെ വക ഒരു സ്നാക്ക് ഉണ്ട് കേട്ടോ. അവളെ യൂട്യൂബിൽ കണ്ടുണ്ടാക്കുവാണ്, ഫസ്റ്റ് ടൈം ആണ്. അങ്ങനെ അവളെ അതിനുള്ള പ്രിപ്പറേഷൻസ് ആണ്. സമൂസ പോലെ ഇരിക്കുന്ന എന്തോന്നാണ് കേട്ടോ. ശരിക്കും സമൂസ അല്ല അത്, അവൾ എന്തോ പേര് പറഞ്ഞാൽ അതിനെ മറന്നു കേട്ടോ. അപ്പൊ അവൾ ഉണ്ടാക്കുന്ന ആ സമയം കൊണ്ട് ഞാൻ ചിക്കൻ കറി വെക്കാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ അവൾ അത് ഉണ്ടാക്കിയിട്ട് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരടുപ്പില് ചിക്കൻ കറിക്കുള്ള പ്രിപ്പറേഷൻസ്, അടുത്ത അടുപ്പിൽ സ്നാക്കിന്റെ ഐറ്റംസും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തകൃതിയായിട്ട് പരിപാടികൾ. അങ്ങനെ അവരുടെ സ്നാക്ക് സ്റ്റീം ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യാണ് കേട്ടോ. അപ്പൊ എന്റെ ചിക്കൻ കറി ഇവിടെ അടുപ്പിലായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ പാചകം ചെയ്യാൻ കയറി കഴിഞ്ഞാൽ അടുക്കളയൊക്കെ ഒരു പരിവായിരിക്കുമല്ലോ. അപ്പൊ എല്ലാം കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം കേട്ടോ അടുക്കളയൊക്കെ ഒന്ന് ശരിയൊക്കെ ഒരു പാത്രം കഴുകാനുണ്ട്. അങ്ങനെ ഇപ്പൊ അടുക്കളയുടെ കുറെ നിങ്ങൾ കണ്ടല്ലോ. ഇനി ഒതുക്കിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാവേ. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ട് തണ്ണിമത്തനാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വലിയ രീതിക്കുള്ള നോമ്പ് തുറയൊന്നും ഇല്ല കേട്ടോ. അവൻ എന്തായാലും നോമ്പ് പിടിച്ചതല്ലേ, അപ്പൊ അവന് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കാന്ന് കരുതിയേ. അങ്ങനെ തണ്ണിമത്തന്റെ പാലൊക്കെ വെച്ച് നമ്മൾ നല്ല മുഹബത്തുള്ള നമ്മൾ നല്ല സർബത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ ചൂടത്ത് കുടിക്കാനുള്ളതല്ലേ, അങ്ങനെ അത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല, എന്നാലും നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ നാരങ്ങ വെള്ളം ഉണ്ട് കേട്ടോ, മുന്തിരിയൊക്കെ ഇട്ടടിച്ച്. പിന്നെ നമ്മുടെ മുഹബത്ത് സർബത്തുണ്ട്. പിന്നെ നമ്മുടെ കഞ്ഞിയുണ്ട് കേട്ടോ, നമ്മൾ പള്ളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞിയുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ തണ്ണിമത്തനുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അനാർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈന്തപ്പഴം, പിന്നെ അനിയത്തി ഉണ്ടാക്കിയ സമൂസ പോലത്തെ സ്നാക്ക് ഉണ്ടല്ലോ അതുണ്ട്. പിന്നെ ചപ്പാത്തി, അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ. നമുക്ക് അതിന്റെ ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ ഉള്ളത്. നോമ്പ് തുറക്കാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ എല്ലാം സെറ്റ് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വിളക്കത്തിക്കാനുണ്ടായിരുന്നു. വിളക്കൊക്കെ കത്തിച്ച് എല്ലാം ഒരുക്കി ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അവൻ ഒരുപാട് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പൊ ബാങ്കൊക്കെ കൊടുത്ത് അവന് എന്താ കഴിക്കണേന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാനും അമ്മയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവന്. അപ്പൊ അതേ കണക്കനുസരിച്ച് ഇത് ചെയ്യാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇവൻ ഇങ്ങനെ ഇത്രയും നേരം നോമ്പ് പിടിച്ചോണ്ടിരിക്കുകയാണ്. കാരണം എന്ന് പറയുമ്പോൾ ഇവന് വിശന്ന് കഴിഞ്ഞാൽ ഇവനല്ലാതെ അങ്ങനത്തെ സ്വഭാവം കേട്ടോ. ഇവന് പെട്ടെന്ന് കരയും, ഇവന് വിശപ്പൊന്നും സഹിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. പക്ഷേ ഇത്രയും നേരം വരെ ഇരുന്നപ്പോൾ എല്ലാവർക്കും കൂടെ അത്ഭുതമായി കേട്ടോ. ജോലി കഴിഞ്ഞ അച്ഛൻ വന്നപ്പോഴത്തേക്ക് അച്ഛനൊക്കെ ശരിക്കും നല്ല അത്ഭുതമായിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവൻ ഇരിക്കുമെന്ന്. എന്തായാലും ഇവന് നല്ലതൊക്കെ ഉണ്ടാവട്ടെ, അതാണ് എന്റെ ആഗ്രഹം. എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റാത്തില്ല, നല്ല രീതിക്ക് സങ്കടം ഉണ്ട് കേട്ടോ. ഞാനാണ് ഇവിടെ നോമ്പ് പിടിക്കുന്ന ആദ്യമേ പറഞ്ഞത്. പക്ഷേ ഈ ഗ്യാസിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം എടുത്തത് കഞ്ഞിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ഞാൻ നോമ്പ് തുടങ്ങി കഴിഞ്ഞാൽ അടുത്തൊരു ഉമ്മ ഉണ്ടായിരുന്നു കേട്ടോ, അവരെപ്പോഴും കൊണ്ടുവരായിരുന്നു. പക്ഷേ ഇപ്പൊ അതുപോലെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോഴാണ് കേട്ടോ എല്ലാവർക്കും ഒരു സമാധാനമായത്. അങ്ങനെ പാചകമൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കളയൊക്കെ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുക്കള ഒതുക്കി കഴിഞ്ഞാലേ നമുക്ക് പാതി സമാധാനമാകത്തുള്ളൂ. അപ്പോൾ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.